ഏറെ ബഹുമാന്യരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ പരിമിതവും ദുർബലവുമായ ഈ ജീവിതം ക്രമപ്പെടുത്തണം, ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മനുഷ്യർക്ക് സന്മാർഗമായി അവതരിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. ഈ മതം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ദൗത്യം നിർവഹിച്ച പ്രവാചകന്മാർ, അവർ മറ്റെന്തിനേക്കാളും നമുക്കൊക്കെ പ്രിയപ്പെട്ട പലതുമുണ്ട് ദുനിയാവിൽ, അതിനേക്കാളുമൊക്കെ അധികമായി കൂടുതലായി അള്ളാഹുവിനെ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിൽ താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ദൗത്യങ്ങൾ വിജയങ്ങളിലേക്ക് എത്തിച്ചേർന്നു കൊണ്ടിരുന്നത്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ അവിസ്മരണീയവും വിസ്മയകരവുമായ ഒരു മുഹൂർത്തമാണ്, ഒരു സന്ദർഭമാണ് ഹിജ്റ അഥവാ മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള പലായനം. ഇത് കേവലം ഒരു കഥ എന്ന രീതിയിൽ കേട്ട് ആസ്വദിച്ച് തള്ളേണ്ടവരല്ല നമ്മൾ. ഇത് അള്ളാഹു വിശ്വാസികളെ ചേർത്ത് പിടിക്കുന്ന സന്ദർഭമാണ്, നിമിഷങ്ങളാണ്. ജീവിതത്തിൻ്റെ കഠിന വേദനയുടെ, കഠിനമായ ത്യാഗങ്ങളുടെ ഏടുകളാണ് പ്രവാചക ചരിത്രവും പ്രത്യേകിച്ച് ഹിജ്റയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജനങ്ങളിൽ എത്തിക്കുമ്പോൾ കാലഘട്ടത്തിലുള്ള സമൂഹവും ആ പ്രവാചകനെതിരെ പ്രതികരിച്ചിരുന്നു, പ്രവാചകനെതിരെ രംഗത്ത് വന്നിരുന്നു. ഒരുപാട് പീഡനങ്ങൾ പ്രവാചകന്മാർക്കൊക്കെയും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിൽ വിശ്വസിച്ച അനുയായികൾക്കും ആദ്യകാലങ്ങളിൽ തുല്യതയില്ലാത്ത കഠോരമായ പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത്. ആ സന്ദർഭത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോവാൻ, എത്യോപ്യയിലേക്ക്, അബിസീനിയയിലേക്ക് ഹിജ്റ പോവാൻ വേണ്ടി കൽപ്പിക്കുന്നതും ഏതാണ്ട് 11ഓളം 4 സ്ത്രീകളും 14 പുരുഷന്മാരുമടക്കം 15ഓളം ആളുകൾ നജാഷി എന്ന ക്രിസ്ത്യൻ ഭരിക്കുന്ന എത്യോപ്യയിലേക്ക് ഹിജ്റ പോവുകയും ചെയ്തത്. പക്ഷേ അവിടെ എത്തിപ്പെട്ട ഇവരെ, വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നജാഷിയുടെ അടുത്ത് ഖുറൈശികൾ ഗൂഢമായ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ ദൗത്യം അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ദൗത്യം ദൈവത്തിങ്കിൽ നിന്നുള്ളതാണെന്ന് ബോധ്യപ്പെട്ട നജാഷി അവർക്ക് അവിടെ അഭയം കൊടുക്കുകയാണ് ഉണ്ടായത്. രണ്ടാമതും ഏതാണ്ട് 100ഓളം ആളുകൾ, 18ഓളം സ്ത്രീകളടങ്ങുന്ന 100-നടുത്ത ആളുകളാണ് രണ്ടാമതായും ഇതേ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയിരിക്കുന്നത്. ഈ 2 സന്ദർഭങ്ങൾക്ക് ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള പലായനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി. അടുത്ത വർഷങ്ങളിൽ ഏതാണ്ട് അധികം വൈകാതെ തന്നെ പരസ്യ പ്രബോധനവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങിയ ഘട്ടത്തിൽ വലിയ പീഡനങ്ങൾക്ക് നിൽക്കേണ്ടി വന്നു. ശത്രുക്കൾ കരുത്തുള്ളവരും വിശ്വാസികൾ ദുർബലരുമായിരുന്നു. പലപ്പോഴും വേദന കൊണ്ട് പുളഞ്ഞിരുന്ന സുമയ്യ റളിയല്ലാഹു അൻഹയെയും യാസർ റളിയല്ലാഹു അൻഹയെയും നോക്കി നെടുവീർപ്പിടാനല്ലാതെ, അല്ലെങ്കിൽ പടച്ചവൻ നിങ്ങളെ സഹായിക്കും, നിങ്ങൾ ക്ഷമിക്കൂ എന്ന് പറയാനല്ലാതെ പ്രവാചകന് പോലും കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ വല്ലാത്ത പ്രയാസം സഹിക്കുന്ന സന്ദർഭം. അവിടെ പരസ്യപ്രബോധനത്തിന്റെ ഭാഗമായി ഹജ്ജിന് പല ദിക്കുകളിൽ നിന്നും ആളുകൾ മക്കയിലേക്ക് കാബ ലക്ഷ്യമാക്കി വരാറുണ്ടായിരുന്നു. അത് പ്രവാചകന്റെ ദൗത്യ നിർവഹണത്തിന്റെ മുമ്പേ തന്നെ ശീലിച്ചു വന്ന ഒരു ആചാരമായി അവർ പുലർത്തിപ്പോന്നിരുന്നു. അങ്ങനെ വന്ന ആളുകൾക്കിടയിലും ഈ പ്രബോധന ദൗത്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചു കൊള്ളുകയും മദീനയിൽ നിന്നും ഹജ്ജിന് വന്ന ചിലർ അങ്ങനെ ഇസ്ലാം ആശ്ലേഷിക്കുന്ന സന്ദർഭവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു സന്ദർഭത്തിൽ ഹജ്ജിന്റെ സമയമായപ്പോൾ മദീനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗോത്രങ്ങളാണ് ഔസും ഖസ്റജും. ആ 2 ഗോത്രങ്ങളിലെ 2 പ്രമുഖ പ്രതിനിധികളടക്കമുള്ള ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹജ്ജ് ചെയ്യാൻ വന്ന സന്ദർഭത്തിൽ കാണുകയും
വിശുദ്ധമായ മിനാക്കടുത്തുള്ള അഖബ പർവ്വതത്തിന്റെ താഴ്വരയിൽ വെച്ച് അവർ ഒരുമിച്ച് കൂടുകയും ചെയ്തു. എന്നിട്ട് പ്രവാചകനുമായി അവർ ബൈഅത്ത് ചെയ്യുകയുണ്ടായി. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ് അഖബ ഉടമ്പടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ പിറ്റേ ദിവസം വീണ്ടും അവർ പ്രവാചകനുമായി സന്ധിക്കുകയും പ്രവാചകനെ ഏത് വിധത്തിലും സംരക്ഷിച്ചു കൊള്ളുമെന്ന് അവർ ബൈഅത്ത് ചെയ്ത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ അവർ തിരിച്ചുപോയി. അതിനുശേഷം മദീനയിൽ ഇസ്ലാം മത പ്രബോധനവുമായി ബന്ധപ്പെട്ട ദൗത്യ നിർവഹണത്തിന് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കുകയുമുണ്ടായി. അതിനുശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹിജ്റയ്ക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണം കൂടുതൽ ആളുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടെന്നും അത് മക്കൾക്ക് പുറത്ത് മദീനയും അതിനപ്പുറം പല ഭാഗങ്ങളിലുമായിട്ട് ആളുകളെ സ്വാധീനിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കിയ മക്കയിലെ ഖുറൈശികൾ ഇതൊതുക്കണം, ഇത് അവസാനിപ്പിക്കണം എന്ന തീരുമാനത്തിലെത്തുകയും അവർ ഗൂഢാലോചന നടത്തുകയും ചെയ്തു. ആ ഗൂഢാലോചനയുടെ ഭാഗമായി അബൂജഹൽ നിർദ്ദേശം വെച്ചത് ഇങ്ങനെയായിരുന്നു: മുഹമ്മദിനെ വധിച്ചു കളയണം, മാറ്റി വെക്കരുത്. മാത്രമല്ല, മുഹമ്മദിനെ വധിക്കുമ്പോൾ സ്വാഭാവികമായും മുഹമ്മദിന്റെ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആളുകൾ ചോദ്യം ചെയ്തേക്കാം. അതിന് നമുക്ക് മറുമരുന്നായി നൽകാനുള്ളത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട എല്ലാ കുടുംബങ്ങളിലെയും കബീലകളിലെയും എല്ലാ ഗോത്രങ്ങളിലെയും ഓരോ പ്രതിനിധികൾ വാളേന്തി ഒന്നിച്ചു വധിച്ചു കളയുക. അപ്പൊ സ്വാഭാവികമായിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകൾക്ക് നേർക്ക് നേരെ നാമുമായി ഏറ്റുമുട്ടാൻ കഴിയില്ല. നമ്മൾ ശക്തരായിരിക്കും, എല്ലാ ഗോത്രങ്ങളും നമ്മളോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് ആ രീതിയിൽ കൊല നടത്തണമെന്നായിരുന്നു അബൂജഹൽ അറിയിച്ചതും ആ തീരുമാനത്തിന് അവർ പിന്തുണ നൽകുകയും ചെയ്തു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ വഴി ഈ വിവരം അള്ളാഹു അറിയിച്ചു കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയ സുഹൃത്തു കൂടിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കാര്യം പറഞ്ഞു. അവർ ഹിജ്റ പോകാനുള്ള ഒരുക്കം നടത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യാത്രക്കായുള്ള ഒട്ടകത്തിങ്ങളെ തയ്യാറാക്കി വെച്ചു. അന്നത്തെ രാത്രി ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും പ്രവാചകന്റെ കൈവശം മക്കയിലെ പല ആളുകളും ഏൽപ്പിച്ച അമാനത്തുകൾ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും താൻ കിടന്നുറങ്ങുന്ന കട്ടിലിൽ തന്റെ സ്ഥാനത്ത് അലി കിടക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയും ചെയ്തു. അതനുസരിച്ച് അലി റളിയല്ലാഹു അൻഹു അവിടെ കിടന്നുറങ്ങി. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അപ്പോഴേക്കും നേരത്തെ പറഞ്ഞ ശത്രുക്കൾപ്പെട്ട ഗോത്രങ്ങളിലെ ആളുകളൊക്കെയും ആളുമായി പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് സൂറത്തു യാസീനിലെ 9-ാമത്തെ ആയത്ത് വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ. അവരുടെ മുമ്പിൽ ഒരു തടസ്സവും അവരുടെ പിന്നിൽ ഒരു തടസ്സവും നാം വെച്ചിരിക്കുന്നു. ശത്രുക്കളായ ആളുകൾ പ്രവാചകൻ പുറത്തിറങ്ങുമ്പോൾ വധിച്ചു കളയാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ അല്ലാഹു അവർക്കിടയിൽ ഒരു മറ സ്ഥാപിച്ചു കഴിഞ്ഞു, ഒരു തടസ്സം ഒരുക്കിക്കളഞ്ഞു. അങ്ങനെ നാം അവരെ മൂടിക്കളഞ്ഞു. അതിനാൽ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന വിശുദ്ധ ഖുർആനിലെ വചനം ഓതിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ മുന്നിലേക്ക് ഇറങ്ങി. പക്ഷേ അവർക്ക് കാണാൻ കഴിയാത്ത വിധത്തിൽ ആയിപ്പോയി. അവർ അന്ധത ബാധിച്ചതല്ല, അവർക്ക് അവിടെ വെച്ച് പ്രവാചകനെ കാണാൻ കഴിയാത്ത രീതിയിൽ അല്ലാഹു പ്രവാചകനെ സംരക്ഷിക്കുകയും പ്രവാചകൻ സാഹൂദം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് നടന്നു പോവുകയും ചെയ്തു. പിറ്റേന്ന് പുലർച്ചെയാണ് ഈ ശത്രുക്കൾക്ക് കാര്യങ്ങൾ പിടികിട്ടുന്നത്. പ്രവാചകൻ രക്ഷപ്പെട്ടിരിക്കുന്നു, അങ്ങനെ വിട്ടുകൂടാ. നാലുപാടും ആളുകളെ പറഞ്ഞയച്ചു. അപ്പോഴേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി സൗർ ഗുഹയിൽ എത്തിയിരുന്നു. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഭക്ഷണം എത്തിക്കാൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട മകൾ അസ്മാ റളിയല്ലാഹു അൻഹയെ ചുമതലപ്പെടുത്തി. തന്റെ മകൻ അബ്ദുല്ലായെ നാട്ടിലെ കാര്യങ്ങളും വിവരങ്ങൾക്കും അറിയിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി. ആമിർ എന്ന ഒരാട്ടിടയനെ ഇവർ നടന്നുപോയ വഴിയിലെ ആ കാൽപാദങ്ങൾ മാച്ചു കളയാൻ വേണ്ടി
ആടുകളുമായി വന്ന് അവിടെ മേയ്ക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കാൻ വേണ്ടിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏർപ്പാട് ചെയ്തു. അങ്ങനെ അവർ സൗർ ഗുഹയിലെത്തി. ഈ ശത്രുക്കളായ ആളുകൾ പ്രവാചകനെയൊക്കെ തിരിഞ്ഞ് സൗർ ഗുഹയുടെ ഭൂമുഖത്ത് പോലും എത്തിപ്പെട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടു പോയി, ബേജാറായിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇപ്പൊ നമ്മളെ പിടികൂടും. വല്ലാത്തൊരു ഭയപ്പാടിലായിപ്പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ വചനം, ഫഖദ് നസ്സറഹുല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ ഥാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. രണ്ട് കൂട്ടർ സത്യനിഷേധികൾ അവരെ പുറത്താക്കി അദ്ദേഹത്തിന് രണ്ടുപേരിൽ ഒരാളായി തീർന്ന സന്ദർഭത്തിൽ, അഥവാ രണ്ടുപേരും അബൂബക്കർ സിദ്ദീഖും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഗുഹയിലായിരുന്നപ്പോൾ അദ്ദേഹത്തെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. നേർക്ക് നേരെ നമ്മുടെ ജീവിത യാത്രക്കിടയിൽ നമുക്ക് അനുഭവവേദ്യമാകാത്ത രീതിയിൽ പടച്ചവന്റെ രണ്ട് സഹായങ്ങൾ അതിനകം ഉണ്ടായി. ഒന്ന്, ശത്രുക്കളിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭയപ്പാടുമില്ലാതെ അവരുടെ കണ്ണിന് കാണാൻ കഴിയാത്ത രീതിയിൽ രക്ഷപ്പെട്ടു. രണ്ട്, തങ്ങൾ ഒളിച്ചിരിക്കുന്ന ഗുഹാമുഖത്ത് ശത്രുക്കൾ എത്തിയിട്ടും അല്ലാഹു അവരെ കാണിച്ചില്ല. ഇന്നല്ലാഹ മഅനാ, നിശ്ചയം ദുഃഖിക്കേണ്ട, തീർച്ചയായും അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന്. അങ്ങനെ അള്ളാഹുവിന്റെ സഹായം വല്ലാത്തൊരനുഭവമായി അവർക്ക് അനുഭവപ്പെട്ട സന്ദർഭമായിരുന്നു അത്. അവിടെയും ശത്രുക്കൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടികൂടാൻ കഴിഞ്ഞില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത് എന്ന ഒരു ബഹുദൈവ വിശ്വാസിയെ കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ കൂട്ടിയിരുന്നു. അദ്ദേഹം വഴി കാണിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സുറാഖത്ത് ബിൻ മാലിക് എന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ നേരത്തെ കേട്ടിരുന്നു, രക്ഷപ്പെട്ട മുഹമ്മദിനെ ആരെങ്കിലും പിടിച്ചാൽ സാമ്പത്തികമായി സഹായിക്കാമെന്നുള്ള പ്രഖ്യാപനം. അങ്ങനെ സമ്പത്ത് നേടിയെടുക്കാനുള്ള കൊതി കൊണ്ട് ഈ മനുഷ്യൻ സുറാഖത്ത് ബിൻ മാലിക് പ്രവാചകരെ പിടികൂടാൻ വേണ്ടി തന്റെ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ പിന്നാലെ പോയ സന്ദർഭത്തിൽ, പക്ഷേ ഒട്ടകത്തിന് മരുഭൂമിയിൽ കാലുകെട്ടുന്നില്ല, പതറിപ്പോകുന്നു. അള്ളാഹു നിരന്തരമായി പ്രവാചകന് നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങളിൽ ഒന്നുകൂടി അവിടെ ഉണ്ടാവുകയാണ്. അവിടെ ഒട്ടകം മറിഞ്ഞു വീഴുകയും ആ മനുഷ്യൻ ഖേദിച്ച് തിരിച്ചു പോവുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. 12ാമത്തെ ദിവസമാണ് ഇന്ന്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് 400 കിലോമീറ്റർ അകലെയുള്ള മദീനയിലേക്ക് 4-5 മണിക്കൂർ കൊണ്ട് എത്തിപ്പെടാനുള്ള സൗകര്യമുണ്ട്. സുഖകരമായി ശീതീകരിച്ച വാഹനത്തിൽ എത്തിപ്പെടാനുള്ള സൗകര്യമുണ്ട്. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മലയിടുക്കുകളിലൂടെ കുറുക്കു വഴികളിലൂടെ നടന്നിട്ട് എത്തിപ്പെട്ടത് 12 ദിവസങ്ങൾക്ക് ശേഷമാണ്. മദീനയിലെത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ വെച്ചുള്ള ആളുകൾ സസന്തോഷം സ്വീകരിച്ചു പാട്ടുപാടിക്കൊണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു വല്ലാത്ത ദൗത്യമാണ്. എന്തിനും നമ്മൾ പല ദൗത്യ നിർവഹണത്തിനും വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നവരാണ്. പക്ഷേ പലപ്പോഴും ദൗത്യ നിർവഹണത്തിന് വേണ്ടി വരുന്ന വലിയ ക്ലേശങ്ങളെ സഹിക്കാൻ കഴിയാതെ പോകുന്നുണ്ട് നമുക്ക്. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഒരാൾ ഇറങ്ങുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുള്ള ജീവിതക്രമവുമായി ബന്ധപ്പെട്ടാണ് ഒരാൾ തയ്യാറെടുപ്പ് നടത്തുന്നതെങ്കിൽ, അതിനാണ് ഒരാൾ ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ പടച്ചവൻ അവനെ കൈയൊഴിയുകയില്ല എന്ന തിരിച്ചറിവ് നൽകുന്ന വലിയൊരു പാഠമാണ് ഈ ഹിജ്റയിലൂടെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ മദീനയിലെത്തുകയും അവിടെ മദീന പള്ളി സ്ഥാപിക്കുകയും അവരുടെ സന്തോഷപൂർവ്വം സമാധാനപൂർവ്വം ദാവത്ത് സംരംഭവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുകയും ചെയ്തു. ഇതിനകം ഏതാനും യുദ്ധങ്ങളുണ്ടായി. അതിനുശേഷം നടന്ന ഹുദൈബിയ സന്ധി, അതിനുശേഷം നടന്ന 10 വർഷങ്ങൾക്ക് ശേഷം ഈ പലായനമെന്ന് പറയുന്നത് നമുക്കറിയാം. ഇന്നും പല രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളെ കൈയടക്കി വെച്ച അധികാരികളെ ഭയപ്പെട്ടുകൊണ്ട് പലായനം ചെയ്യുന്ന ആളുകളെ നമുക്ക് ഇന്നും കാണാം. മ്യാൻമാർ അടക്കമുള്ള നാട്ടിലെ ആളുകൾ ഈ വയനാടടക്കമുള്ള സ്ഥലത്ത് ഇന്നും കുടിയേറി പാർക്കുന്നുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ സ്വന്തം രാജ്യം വിട്ടു പോകേണ്ടി വന്ന ഒരുപാട് ആളുകൾ ചരിത്രം വർത്തമാന ലോകത്തിന് പറയാനുണ്ട്. പക്ഷെ ഇത് അതിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം ഇത് പടച്ചവന്റെ തൃപ്തിലാക്കി ജീവിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ പലായനം.
ഈ യാത്ര വീടുപേക്ഷിച്ചു, സ്വത്തുപേക്ഷിച്ചു, കച്ചവടം ഉപേക്ഷിച്ചു, ബന്ധുക്കളെ ഉപേക്ഷിച്ചു, സ്വന്തം പിറന്ന നാട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മദീനയിലേക്ക് പോകുമ്പോൾ മക്കയെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മക്ക, ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലല്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനെ ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഇല്ലായിരുന്നുവെങ്കിൽ നിന്നെ വിട്ടു പോകുമായിരുന്നില്ല മക്ക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണീരണിഞ്ഞ് വാർത്തിട്ടുണ്ട്. സ്വന്തം നാട് ഉപേക്ഷിക്കേണ്ടി വന്ന, വീട് ഉപേക്ഷിക്കേണ്ടി വന്ന ആ ദൗത്യം പടച്ചവന്റെ തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു. പടച്ചവൻ തൃപ്തിപ്പെടാൻ വേണ്ടിയുള്ള ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിരുന്നു. മാത്രമല്ല 10 വർഷമാകുമ്പോൾ, ഒരു പതിറ്റാണ്ടാകുമ്പോഴേക്ക് ആ പിറന്ന നാട്ടിലേക്ക് തിരിച്ചു പോകാൻ, വിജയഭേരി മുഴക്കിക്കൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും കഴിഞ്ഞു എന്നുള്ളതും ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിസ്മയകരമായ ഒരു ചരിത്രമാണ്. മറ്റൊരു ചരിത്രത്തിലും നമുക്ക് അങ്ങനെ പലായനം ചെയ്യപ്പെട്ട ആളുകൾ ഇത്ര വേഗം അവിടെ തിരിച്ചെത്തി, സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി അവിടെ നേതൃത്വം ഏറ്റെടുക്കുന്ന, അവിടെ അധികാരത്തോടെ, പവറോടെ ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പ്രവാചകന്റെ കാലത്ത് അത് നടന്നു, പ്രവാചകന്റെ ജീവിതത്തിൽ അത് നടന്നു. മാത്രമല്ല ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം പ്രവാചകൻ ഒരുപാട് ആക്രമിച്ച, വിറിഞ്ഞി പരിക്കേൽപ്പിച്ച, കുടൽമാല കഴുത്തിലിട്ട് പീഡിപ്പിച്ച, കൊല്ലാനുമൊക്കെ ശ്രമിച്ചു കൊണ്ടിരുന്ന ആ ശത്രു വിഭാഗത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞത്, നിങ്ങൾ ഇന്ന് സ്വതന്ത്രരാണ് എന്നാണ്. മക്കയിലേക്ക് തിരിച്ചു വന്ന പ്രവാചകൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ പോയിക്കൊള്ളുക എന്നാണ്. ഒരാളെ പോലും ആ പേരിൽ പ്രയാസപ്പെടുത്താൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായില്ല. അത്രമാത്രം വിശാലമായ കാഴ്ചപ്പാട് നൽകുന്ന ഈ വിശുദ്ധമായ ആദർശം, ആ ആദർശത്തിന്റെ മഹനീയമായ ചരിത്രമാണ് ഈ ഹിജ്റ എന്നുള്ളത്. ഹിജ്റ വർഷം 1446 നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് മുഹറം 5 പ്രിയപ്പെട്ടവരെ, ഓരോ വർഷവും നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടത് പടച്ചവന്റെ തൃപ്തി അനുസരിച്ച് ഞാൻ ജീവിക്കാൻ തയ്യാറാകുമെന്നുള്ള പ്രതിജ്ഞ എടുക്കാൻ വേണ്ടിയായിരിക്കണം. മാത്രമല്ല അതിനു വേണ്ടി ഉണ്ടാകുന്ന എല്ലാ ത്യാഗങ്ങളും, എല്ലാ നഷ്ടങ്ങളും എനിക്ക് നഷ്ടമല്ല എന്ന തിരിച്ചറിവ് കൂടി ഉണ്ടാകുമ്പോഴേ പടച്ചവന്റെ സഹായം നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ജീവിക്കുന്നവർക്ക് അള്ളാഹു ഒരുക്കി വെച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നും നാം അറിയുക. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യോട് ഒരാൾ ചോദിച്ചു, നിർബന്ധ നമസ്കാരത്തിന് ശേഷം പ്രാധാന്യമുള്ള നമസ്കാരം ഏതാണ്? 5 നേരത്തെ നിത്യേന നിർവഹിക്കുന്ന നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള അടുത്ത പ്രധാനപ്പെട്ട നമസ്കാരം ഏത് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് രാത്രിയിലെ ഖിയാമുൽ ലൈൽ, രാത്രി നമസ്കാരങ്ങളാണ് എന്ന്. അദ്ദേഹം വീണ്ടും ചോദിച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, റമളാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് ഏതാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഫ്ദലു സിയാം ബഅദ റമളാൻ അശ്ശഹറുല്ലാഹിൽ മുഹറം. റമളാന് അല്ലാതെ റമളാന് ശേഷമുള്ള പ്രധാനപ്പെട്ട നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാണ് എന്നാണ്. ആ മുഹറം മാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മുഹറം 10-നെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. മുഹറം 10-ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ചു. നേരത്തെ തന്നെ ഖുറൈശികളിൽ അന്നത്തെ ജൂതന്മാരും നസറാളികളുമായ ആളുകളൊക്കെ തന്നെയും ഈ മുഹറം 10-ന് നോമ്പ് അനുഷ്ഠിച്ചു വരുന്ന ശീലമുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് അനുഷ്ഠിച്ചിരുന്നു. റമളാന്റെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതോടുകൂടി മുഹറം നോമ്പ് നിർബന്ധമല്ലാതാവുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാലും അത് പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നോമ്പാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ആ നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് അവൻ്റെ കഴിഞ്ഞുപോയ ഒരു വർഷക്കാലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് മുഹറം 10-ന് നോമ്പ് അനുഷ്ഠിച്ചു. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹറം 10-ന് എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുന്നു. യഹൂദന്മാരും നസ്രാണികളും ഒക്കെ അനുഷ്ഠിക്കുന്ന നോമ്പിൽ നിന്നും വ്യത്യസ്തമായി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം
9 ഞാൻ നോമ്പ് അനുഷ്ഠിക്കും താസുആ. പക്ഷേ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്ത വർഷമാകും മുമ്പേ തന്നെ തിരിച്ചു വിളിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹറം 9 നോമ്പ് അനുഷ്ഠിക്കാൻ അവസരം ലഭിക്കാതിരിക്കുകയും ചെയ്തു. എന്നാൽ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു, അറിയിച്ചിരിക്കുന്നു, അടുത്ത വർഷം ഞാനുണ്ടാകുമെങ്കിൽ ഞാൻ മുഹറം 9 നോമ്പ് അനുഷ്ഠിക്കും. എന്ന് വെച്ചാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെയും മുഹറം 10 നോമ്പ് മാത്രമല്ല, ആശൂറാ 10, താസുആ 9, മുഹറം 9 10 നോമ്പ് കൂടി അനുഷ്ഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഹത്തരമായൊരു പുണ്യമായി ആണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞുപോയ വർഷക്കാലത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഈ നോമ്പ് ഈ വരുന്ന ചൊവ്വ ദിവസങ്ങളിലായിട്ടായിരിക്കും അനുഷ്ഠിക്കേണ്ടത്. ശ്രദ്ധിക്കണം, എല്ലാവരും അതിനായിട്ട് തയ്യാറെടുക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കുക.